എൻ്റെ പേര് ബെക്സി പോൾ. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ് കുട്ടി. ഇതെൻ്റെ മകൻ അശ്വിൻ പോൾ ജോസ്. ഞാൻ 2024 മാർച്ച് 6-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മകനൊരു കോവിഡ് സമയത്ത് പഠിച്ചിറങ്ങിയിട്ട് ജോലിയൊന്നും ശരിയാവുന്നില്ല. കുറേ നാളിന് ജോലി കിട്ടാതെ നിന്നുകൊണ്ട് ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ മാർച്ച് 6-ന് ഉടമ്പടി എടുത്തു. ഏപ്രിൽ 14 ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി കിട്ടി. അപ്പം ഈ പ്രൈവറ്റ് കമ്പനിയിലായതുകൊണ്ട് ലീവ് കിട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി കുറേ തവണ വന്നപ്പോഴൊക്കെ സിസ്റ്റർ പറഞ്ഞ് പറ്റില്ല. കാരണം ഉടമ്പടി എടുത്തിട്ട് അതിന് ജോലി കിട്ടിയ ആൾ മോനാണ്. ഞങ്ങൾക്ക് മോനെ അറിയില്ല, അതുകൊണ്ട് മോൻ വരാതെ സാക്ഷ്യം പറയാൻ പറ്റില്ല. അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ കുറച്ച് വൈകി, അതുകൊണ്ട് അതിന് ക്ഷമ പറയുകയാണ് ഞാൻ മാതാവിനോട്. അതിനുശേഷം ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടനാടാണ് ഞങ്ങൾ താമസം. അപ്പോൾ ഓരോ പ്രളയകാലം വരുമ്പോഴും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി നിൽക്കും. അപ്പോൾ അത് നല്ല സങ്കടത്തിലാണ് നിൽക്കണം. കാരണം എല്ലാ വർഷവും പ്രളയം വരുമ്പോഴും സഹോദരങ്ങളുടെ വീട്ടിലൊക്കെ പോയി നിൽക്കും. അപ്പോൾ നല്ല സങ്കടം നിൽക്കുമ്പോൾ. കാരണം ഇതെന്തൊരു സങ്കടമാണ്. ഒരു പ്രളയം ഭീതിയില്ല, താമസിക്കാൻ ഒരു വീട് വേണം. അതൊരു വലിയ പ്രാർത്ഥനയായിട്ട് ഞാൻ എന്നും ഇങ്ങനെ പറയുമായിരുന്നു. അമ്മേ, എനിക്കൊരു പ്രളയം വരുമ്പോൾ പേടിച്ചോടാതിരിക്കാൻ അങ്ങനെ വീട്, ഒരു നല്ല വഴി വേണം, പിന്നെ ശുദ്ധജലം കിട്ടണം. ഇത്രയും മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അല്ലാതെ വലിയൊന്നും വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലാസ്റ്റ് വീക്കിലൊരു വീട് ഞങ്ങൾ വാങ്ങി. അപ്പം വീട് അഡ്വാൻസ് കൊടുക്കാൻ പോകുമ്പോഴും കയ്യിൽ പൈസ ഇല്ല. മാതാവിൻ്റെ കാശിനെ വെച്ചിട്ട് ഞാൻ മാതാവ് ഈ വീട്ടിൽ എന്നെ കൊണ്ട് നിർത്തി എനിക്കങ്ങനെ വാങ്ങാൻ പറ്റും. കാരണം എനിക്ക് 55 വയസ്സ് കഴിഞ്ഞു, 56ാമത്തെ വയസ്സാണ് നിൽക്കണം. എനിക്ക് ലോൺ ബാങ്ക് തരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കുറേ ബാങ്കുകൾ ഞങ്ങൾ കയറിറങ്ങി. പക്ഷേ എന്നിട്ടും മാതാവ് അഡ്വാൻസ് കൊടുക്കുന്ന തന്നെ മാതാവിൻ്റെ കാശിന് കയ്യിൽ നീ കൊടുത്തോ എന്ന് തന്നെ മാതാവ് മനസ്സിൽ പറയാനാണ്. ഞാൻ അഡ്വാൻസ് കൊടുത്തു. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ ആയാലും ലോൺ 34 ലോൺ സാങ്ഷനായി. ഞങ്ങൾ ആ വീട് വാങ്ങി, ആധാരമൊക്കെ എഴുതി. ഇപ്പോൾ 2-3 ആഴ്ചകൾ ആധാരം. അപ്പോൾ ഞാൻ വീണ്ടും വന്നു സാക്ഷ്യം പറയാം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പറ്റില്ല, വീട് കിട്ടിയതല്ല, ആദ്യത്തെ സാക്ഷ്യം പറയേണ്ടത് മോൻ്റെതാണ്, അതവിടെ പെൻഡിങ് കിടക്കാൻ. അതുകൊണ്ട് അവൻ വരാൻ ഞാൻ സാക്ഷ്യം പറയിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അവൻ ഇപ്പം ബാങ്കിൽ നിന്ന് പ്രൈവറ്റ് ബാങ്കിലാണ്. അപ്പോൾ അവിടുത്തെ പ്രൈവറ്റ് ബാങ്കിൽ നമുക്കറിയാം എല്ലാ ബാങ്കിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോഴും തിരക്ക് പിടിച്ച് ഞാൻ പറഞ്ഞ് ഉച്ച ചെയ്താൽ 1 മണിക്കൂർ വന്നേ പറ്റുള്ളൂ സാക്ഷ്യം പറയണം അമ്മയ്ക്ക്. കാരണം നമ്മൾ പുതിയ വീട് വാങ്ങിയിട്ട് പാല് കാച്ചിന് മുന്നേ സാക്ഷ്യം പറയണം അമ്മ പറഞ്ഞത് മാതാവിനോടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം വൈകാതെ പാല് കാച്ചും. അതിനു മുമ്പ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു അത്യാവശ്യം സൗകര്യം, എല്ലാ വണ്ടികളും കയറുന്ന വഴിയും ശുദ്ധജലമുള്ള നല്ല പൈപ്പ് വെള്ളവും ബോർവെൽ വെള്ളം എല്ലാ വെള്ളങ്ങളുമുള്ള നല്ല ഒരു വീട് കിട്ടി. അതിന് മാതാവിന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ 2016 കാലഘട്ടം മുതൽ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എന്നൊന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ് കൊന്ത. പിന്നെ അമ്മച്ചിയും വന്നിരിക്കും. ഞങ്ങളുടെ കൊന്തയിലും കൂടെ ചൊല്ലാൻ ആരും വരത്തില്ല. അവർക്കൊക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും മാറി നിൽക്കും. അപ്പോൾ ഞാൻ പറയും മാതാവ്, ഞാൻ എന്നും ഒറ്റയ്ക്ക്, ഞങ്ങളിങ്ങനെ 2 വയസ്സന്മാരേ ഉള്ളൂ, കൊന്തയിലുള്ളൂ, കൂടെ വെമ്മാരൊന്നും വരുന്നില്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന്. ഇപ്പം ഈ കഴിഞ്ഞ മാസം മുതൽ നോയമ്പ് തുടങ്ങിയപ്പോൾ കൊന്ത ചെല്ലുമ്പോഴും കുരിശിൻ്റെ വഴിക്ക് എല്ലാം ഇപ്പം മുടങ്ങാൻ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും കുരിശിൻ്റെ വഴിക്കും ഞാനും എൻ്റെ മക്കളും ഭർത്താവും കൂടെ. ഇന്നും അമ്മച്ചിയും ഞാൻ മുടങ്ങിയിട്ടില്ല. കാരണം അതിന് ഞാൻ ഒത്തിരി കാരണം അതൊരുപാട് അനുഗ്രഹം എനിക്ക് തന്നു. കാരണം ഒത്തിരി സങ്കടപ്പെട്ടു ഞാൻ. ഇപ്പം നിങ്ങൾ പ്രാർത്ഥന എല്ലാം വരുന്നില്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് ഞാൻ സങ്കടപ്പെടലാണ്. അത് മാതാവിക്ക് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുകൂടാതെ ഞാൻ ഉടമ്പടിയിൽ ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ കാരണമൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. എനിക്ക് സ്ഥിരമായിട്ട് ശ്വാസം വിടൽ വരലാണ്. ഞാൻ 400 വലിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ പ്രാർത്ഥന ദിവസം വെളുപ്പിനായിട്ട് അച്ഛൻ്റെ ശ്വാസകോശികൾക്ക് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ, ഈ പ്രാർത്ഥന എനിക്കൂടെ ഫലിക്കട്ടെ. കാരണം എന്നും 2 നേരം ഇൻഹേൽ എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഡിസംബറിലും അഡ്മിറ്റ് ആവും ആശുപത്രിയിൽ. ശ്വാസം വെള്ളം കൂടും. ഒരു 5 ദിവസം ആശുപത്രി കിടക്കും. ഒരു 10-15 ആശുപത്രിക്കാർക്ക് കൊടുക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ ശ്വാസം വെള്ളം വന്നില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയില്ല. കുറേ നാളുകളായിട്ട് ഇപ്പം ഒരു 7-8 മാസമായിട്ട് ശ്വാസം വെള്ളം ഇതുവരെ ഇല്ല. പിന്നെ ബാഗിൽ ഇൻഹേലർ ഇല്ല. മറ്റേത് ഞാൻ എവിടെ പോകുമ്പോഴും ബാഗിൽ ഇൻഹേലർ കൃത്യമായിട്ട് കരുതും. കാരണം എപ്പോഴും ശ്വാസം വെള്ളം വരാം. രാവിലെയും വൈകിട്ടും വലിച്ചാലും ഇടയ്ക്ക് വരുമ്പോൾ വീണ്ടും വലിക്കും. അങ്ങനെയൊക്കെ ഇപ്പം ഒരു 7-8 മാസം ബാഗിൽ ശ്വാസം ഇൻഹേലർ മാറ്റി വെച്ചിരിക്കുന്നു, അത് വലിക്കുന്നില്ല. അങ്ങനെ അനുഗ്രഹങ്ങൾ ഒരു നിര തന്നെ മാതാവ് എനിക്ക് തന്നു. എല്ലാത്തിലുപരി ഉടമ്പടിയെടുത്ത് 15 ദിവസത്തിൽ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ മകൻ ജോലി എന്നാണ് ഞാൻ ഒത്തിരി നന്ദി പറയുന്നത്. അത്ര സമ്പന്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ ശനിയാഴ്ചകളും ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റലിൽ 2 പൊതി ചോറ് കൊണ്ടു കൊടുക്കും. അതിനെ മാർഗ്ഗം ഞങ്ങൾ വീട്ടിലേക്ക് പറയാൻ ചിലപ്പോൾ ചില ദിവസങ്ങൾ വെക്കാൻ പറഞ്ഞ് ഞാൻ 2 പൊതി വാങ്ങിച്ചിട്ട് ആശുപത്രി കൊണ്ടു കൊടുക്കും. പിന്നെ എല്ലാ മാസം ഒരു 500 രൂപ എടുത്തിട്ട് എനിക്ക് മാസം പൈസ കിട്ടുമ്പോൾ 500 രൂപ ഇല്ലാത്തവർക്ക് ഡ്രസ്സ്, ചിലപ്പോൾ നൈറ്റി ആവും, അല്ലെങ്കിൽ സാരി, എന്തെങ്കിലും ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അതല്ല അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതാണ്, അത് പൈസ ആയിട്ടും കൊടുക്കും. അരി വാങ്ങിച്ചോ എന്ന് പറയും. അത്രയൊക്കെ പറ്റത്തുള്ളൂ. ആർക്കും വലിയ ഒന്നും എടുക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ലാത്തതാണ്. ഞാൻ പറയും മാതാവേ, എനിക്ക് കൂടുതൽ വരുമാനമോ എൻ്റെ മക്കൾക്ക് വലിയ ജോലിക്ക് കൂടുതൽ സഹായിക്കാനെ കൊണ്ട് പറ്റും. അത് ഞാൻ അതിന് ഒത്തിരി നന്ദി പറയാം മാതാവിനോട്. എൻ്റെ മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനം 37:5 നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ബെക്സി പോൾ എന്ന ഈ സഹോദരി തനിക്കും തൻ്റെ കുടുംബത്തിലെ ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച
സവിശേഷമായ അനുഗ്രഹങ്ങളെ നന്ദിപൂർവം ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ സൂചിപ്പിക്കേണ്ടത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഗ്രഹമായി സ്വീകരിക്കേണ്ടതും കുടുംബത്തിൽ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയിലേക്ക് എല്ലാവരും വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ ദൈവ വെളിച്ചമാണ് കുടുംബ പ്രാർത്ഥന. ദൈവത്തെ അറിയുന്നു, സ്നേഹിക്കുന്നു, നന്ദിപൂർവം അവിടുന്ന് നൽകുന്ന നന്മകളെ ഓർക്കുന്നു, കരുണയോടുകൂടി അവിടുത്തെ കൃപകൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അൾത്താരയിലെ ബലിയർപ്പണമാണ് കുടുംബ പ്രാർത്ഥനയിലൂടെ നിരന്തരം സമർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മളെ നയിക്കേണ്ടതും നമ്മളെ ഒരുമിപ്പിക്കേണ്ടതും കുടുംബത്തിലെല്ലാവരെയും ചേർത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ദൈവശരണത്തിൽ ജീവിക്കുവാനുള്ള കൃപയിലേക്കാണ്. അത് കുടുംബത്തിന് തിരികെ കിട്ടിയതിന് നന്ദിപൂർവം സഹോദരി അമ്മ മാതാവിന് സന്തോഷം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മകന് ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം, അതോടൊപ്പം ഏറെ നാളായി കുട്ടനാട്ടിൽ വെള്ളക്കെട്ടിലും ശുദ്ധജലമില്ലായ്മയിലും പ്രളയത്തിലുമൊക്കെ ക്ലേശിച്ചുകൊണ്ട് ഭവനം ഇല്ലാതെ വിഷമിച്ചിരുന്ന സാഹചര്യങ്ങൾ. രണ്ട് കാര്യങ്ങൾ, മകനൊരു ജോലിയും സുരക്ഷിതമായൊരു ഭവനവും ശുദ്ധജലവും അമ്മ മാതാവിലൂടെ ലഭിച്ചതിനെയും പ്രത്യേകം സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നു. സഹോദരിക്കുണ്ടായിരുന്ന ശാരീരികമായ രോഗക്ലേശത്തിന് വർഷങ്ങളായുള്ള ഇൻഹേലർ ഉപയോഗത്തിന് അതും മാറിപ്പോവുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്തതിനും അമ്മയുടെ തിരുനടയിൽ നന്ദി അർപ്പിക്കുകയാണ്. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതം തിരികെ പിടിക്കുവാനും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും ദൈവകൃപ നൽകുന്ന സന്തോഷം അനുഭവിച്ചുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ച് സമർപ്പിക്കുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിന് അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സഹായത്താൽ ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.